അതെ, നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. കുറച്ച് മുളക് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് മാത്രം മതിയേ. കുറച്ച് ഉള്ളി അരിഞ്ഞതും എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മൊരിയിച്ചെടുക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പം എരിവ് കുറഞ്ഞ മുളക് എടുക്കുക. അതുപോലെ ഇച്ചിരി തേങ്ങാ ചിരവിയതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂപ്പിക്കാം. ഒരു ശകലം കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് മൊരിയിച്ചെടുക്കാം. അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാകുമ്പം മുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇച്ചിരി പ്രായമുള്ളവർക്കൊക്കെ കഴിക്കുന്നതാകുമ്പോൾ നമുക്ക് എരിവ് ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കൊരു ശകലം വെള്ളം ചേർത്ത് വേണം ഒന്ന് തിളപ്പിക്കുകയും കൂടെ വേണം. നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നോടം വരെ നമുക്കൊരു സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് അടുപ്പേ നിർത്തി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ അതിന് മുന്നേ തന്നെ നമ്മൾ റവയൊന്ന് വറുത്ത് വെച്ചിരിക്കണം. വെള്ളം വെട്ടി തിളച്ച് വരുമ്പോൾ നമുക്ക് റവ അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റവപ്പൊടി നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്, ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൊച്ചടുക്കളയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നും കൂടെ കൊടുത്താലേ എൻ്റെ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പതുക്കെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കാം, എന്നാലേ ആ വെള്ളമൊക്കെ വറ്റി നല്ലതായിട്ടൊന്ന് വിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് പതുക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഓക്കെ, ബായ്.